ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഓപ്ഷൻ ഡി ഉപപ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തുന്ന മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. ഓപ്ഷൻസ് എ 3ഉം 4ഉം, ഓപ്ഷൻ ബി 1ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 4ഉം, ഓപ്ഷൻ ഡി 1ഉം 2ഉം. ശരിയല്ലാത്ത ജോഡികൾ ഇതിൽ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം. അതായത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നതും സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി എന്നതുമാണ് ശരിയല്ലാത്ത ജോഡികൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1950 ജനുവരി 26, ഓപ്ഷൻ ബി 1949 നവംബർ 26, ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ഡി 1946 ഡിസംബർ 9. ഉത്തരം ഓപ്ഷൻ എ 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓപ്ഷൻ സി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഓപ്ഷൻ ഡി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543 ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ എ 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ JB കൃപലാനി, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ഓപ്ഷൻ എ JB കൃപലാനി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി VP മേനോൻ. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-ന്. 2. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 3. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നും 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവും ആണ് എന്നതുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഓപ്ഷൻ എ 1945 മാർച്ച് 2, ഓപ്ഷൻ ബി 1949 ഡിസംബർ 9, ഓപ്ഷൻ സി 1946 ഡിസംബർ 9, ഓപ്ഷൻ ഡി 1947 ഓഗസ്റ്റ് 15. ഉത്തരം 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ എ 1946 ഡിസംബർ 6, ഓപ്ഷൻ ബി 1947 ജൂലൈ 22,
ഓപ്ഷൻ സി 1949 നവംബർ 26, ഓപ്ഷൻ ഡി 1950 ജനുവരി 26. ഇതിൽ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഓപ്ഷൻ ബി 1947 ജൂലൈ 22 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത്. 2. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. 3. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 4. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ഉത്തരം ഓപ്ഷൻ 1 ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടതെന്നും 2 മലയാളി വനിതകൾ 3 പേർ ഇതിൽ പങ്കെടുത്തു എന്നും KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു എന്നുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി KM മുൻഷി, ഓപ്ഷൻ ഡി MN റോയ്. ഇതിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ഓപ്ഷൻ ഡി ആയ MN റോയ് ആണ്. ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ്? ഓപ്ഷൻ എ പിങ്കളി വെങ്കയ്യ, ഓപ്ഷൻ ബി പ്രേം ബിഹാരി നരേൻ റൈസാദ, ഓപ്ഷൻ സി JB കൃപലാനി, ഓപ്ഷൻ ഡി കൃഷ്ണസ്വാമി അയ്യർ. ഇതിൽ ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. 2 അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. 3 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓപ്ഷൻ എ 1, 2 ശരി 3 തെറ്റ്, ഓപ്ഷൻ ബി 1, 2 തെറ്റ് 3 ശരി, ഓപ്ഷൻ സി 3 ശരി, ഓപ്ഷൻ ഡി 3 തെറ്റ്. ഉത്തരം ഓപ്ഷൻ എ 1, 2 ശരി 3 തെറ്റ്. അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതെന്നും അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചതെന്നും ശരിയും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണെന്നത് തെറ്റുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 1 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. 2 എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. 3 രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഓപ്ഷൻസ് എ ഓൺലി 1, 2, ബി ഓൺലി 2 and 3, സി ഓൺലി 1 and 3, ഡി all of the above 1, 2 and 3. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, all of the above. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ 3 ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്നതും രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എന്നും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 ഡിസംബർ 11-ന് HC മുഖർജിയെ തെരഞ്ഞെടുത്തു. ഇന്ത്യ വിഭജനത്തിനു ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, അതായത് 1, 3 and 4. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 1946 ഡിസംബർ 11-ന് HC മുഖർജിയെ തെരഞ്ഞെടുത്തു എന്നതും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു എന്നതും ഈ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു ആയിരുന്നു എന്നതും ശരിയായ പ്രസ്താവനകളാണ്.